നമ്മളെ വീടൊക്കെ ആണെങ്കിൽ ഒരു 3-4 വർഷം കൂടുമ്പോൾ ഒക്കെ ഏറ്റവും ചുരുങ്ങിയത് ഒരു പെയിന്റിങ് നടത്തും, ആ ഇരുമ്പിന് തുരുമ്പ് പിടിക്കാതിരിക്കാനാണ്. അതുപോലെ നമ്മളെ ചുമരൊക്കെ വൈറ്റ് വാഷിങ്ങോ ഇനി അല്ലെങ്കിൽ ഇപ്പോൾ എമൽഷനോ എന്തെങ്കിലും നമ്മൾ ചെയ്യാറുണ്ട്. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നീറ്റായി നിർത്താൻ വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ അവിടെയൊക്കെ ഇത്രയും സമയം കൊണ്ട് വന്നു ചേർന്നിട്ടുള്ള പ്രാണികളൊക്കെ അവിടുന്ന് ഒഴിവാക്കുക, അല്ലെങ്കിൽ എതിരായി നിൽക്കുന്ന ആ വസ്തുവിനെ നശിപ്പിക്കാൻ സാധ്യതയുള്ള ചാൻസ് ഉള്ള എന്തൊക്കെയാണോ ഉള്ളത് അതിനെ അവിടുന്ന് റിമൂവ് ചെയ്യുക. ഇതുപോലെ തന്നെയാണ് നമ്മൾ വെൽനസ് എന്ന് ഉദ്ദേശിക്കുന്നതും. നമ്മളെ ശരീരത്തിലും എല്ലാ ദിവസവും പോഷകങ്ങൾ കിട്ടുന്നുണ്ട്, ഭക്ഷണം കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് പെസ്റ്റിസൈഡുകൾ, കെമിക്കലുകളൊക്കെ നമുക്കുണ്ട്. ശ്വസിക്കുന്ന വായുവിലാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് ഓക്സിജൻ ആണെങ്കിലും അന്തരീക്ഷത്തിലുള്ള എല്ലാ മൂലകങ്ങളും അടങ്ങിയ വായുവാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ നമുക്ക് ആവശ്യമുള്ളത് ഓക്സിജൻ മാത്രമാണ്. അപ്പോൾ ശ്വാസകോശത്തിന്റെ ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്വസന പ്രക്രിയയിൽ കൂടെ അകത്തേക്ക് വായുവിനെ എടുക്കുക, പുറത്തേക്ക് ബാക്കിയൊക്കെ തട്ടുക. എസ്പെഷ്യലി നമ്മുടെ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുക, ആവശ്യമുള്ള ഓക്സിജൻ എടുക്കുക. അപ്പോ ഇത് നിരന്തരം ചെയ്യുന്ന ശ്വാസകോശത്തെ സംബന്ധിച്ചോളം അവിടെയും കുറെ പ്രശ്നങ്ങൾ, മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് അതിനെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആയുശ്വാസ്, കവചപ്രാശ് പോലുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഇനി കിഡ്നി എല്ലാ ദിവസവും നമ്മളെ ബ്ലഡിനെ ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് 24/7. ഏത് സമയത്തും മൂപ്പരുടെ പണി ഇതിനെ ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായും അവിടെയും ഒരുപാട് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നുണ്ടാകാം. ആ അരിപ്പ ഒന്ന് ക്ലീൻ ചെയ്യുക. അപ്പൊ സ്വാഭാവികമായും അത് ക്ലീൻ ചെയ്യണമെങ്കിൽ അതിനും ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ കിഡ്നിയെ ക്ലിയർ ചെയ്യുന്ന യൂറിൻ ഫ്ലഷ് ഉപയോഗിക്കുക. അതേപോലെ തന്നെ ലിവർ ഫങ്ഷൻ, ലിവറിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. 1-2 അല്ല. ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിക്കലും ഇതേപോലെ തന്നെ ഒരു ഭാഗത്തുനിന്ന് ശരീരത്തിൽ കൂടെ കടന്നു പോകുന്ന രക്തത്തെ തിരിച്ച് ഫിൽട്ടർ ചെയ്യുന്ന പണിയും മൂപ്പർക്കുമുണ്ട്. അപ്പോ അതിനെയും ഒന്ന് ക്ലിയർ ചെയ്യണം. അതിലും ഒരുപാട് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നുണ്ട്. കഴിക്കുന്ന ഭക്ഷണത്തിനൊക്കെ അതിൻ്റെയൊക്കെ വിഷാംശങ്ങൾ അവിടെ അടിഞ്ഞുകൂടുന്നുണ്ട്. ആ വിഷാംശങ്ങളൊക്കെ നീക്കം ചെയ്ത് അതിനെ ഒന്ന് ക്ലിയർ ചെയ്യണം. ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും നമ്മളെ ലിവറിനെ ഒന്ന് ക്ലീൻ ചെയ്യണം. ശ്വാസകോശത്തെ നമ്മൾ ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്യണം. കിഡ്നിയെ ക്ലീൻ ചെയ്യണം. അതേപോലെ തന്നെ എല്ലാ സമയങ്ങളിലും നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഭാഗമായി ശരീരത്തിൽ ചെല്ലുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെ ദഹിപ്പിക്കുന്നത് ആമാശയമാണ്. ആമാശയവും ഒന്ന് അതിന്റെ ഫംഗ്ഷൻ ഒന്ന് ക്ലിയർ ചെയ്യണമെങ്കിൽ നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി കൊണ്ട് അതൊന്ന് ക്ലീൻ ചെയ്യും. അങ്ങനെ ഓരോ അവയവത്തെയും യഥാസമയങ്ങളിൽ ക്ലീൻ ചെയ്തു പോകുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ വെൽനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ അതാത് ഓർഗൻസിന് വേണ്ടതായ പോഷകങ്ങൾ സപ്ലൈ ചെയ്യുക. ഇതാണ് നമ്മുടെ വെൽനസ് ഉൽപ്പന്നം. എന്നാൽ ചില അവയവങ്ങൾക്ക് അത് പോരാ. ഡെയിലി ക്ലീൻ ചെയ്യേണ്ട അല്ലെങ്കിൽ ഡെയിലി വേണ്ടുന്ന പോഷകങ്ങൾ കൊടുക്കുക. അത് നമ്മൾ ഡെയിലി ഉപയോഗിക്കേണ്ട കുറെ ഉൽപ്പന്നങ്ങളും ഇനി വർഷത്തിലോ 6 മാസം കൂടുമ്പോൾ 3 മാസം കൂടുമ്പോഴോ ഒക്കെ ഉപയോഗിക്കേണ്ട ഉൽപ്പന്നങ്ങളുമാണ് നമ്മളെ കയ്യിലുള്ളത്. അപ്പോ ഇത് എന്തിനു ഉപയോഗിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനാണ് നമ്മൾ ക്ലീൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് DB അനന്തനാരായണ സാറുടെ ട്രെയിനിങ് കേട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞത് കേട്ടിട്ടുണ്ടാവും. എന്താണ് ആരോഗ്യം എന്നുള്ളതിനെ പറ്റി. നമ്മുടെ ആരോഗ്യത്തിന്റെ വെൽനസിന്റെ ട്രെയിനിങ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ തരത്തിലുള്ള വെൽനസിനെ പറ്റി പറയാറുണ്ട്. ശാരീരികമായി, മാനസികമായി, വിശ്വാസപരമായി എന്നൊക്കെ പറയുന്ന ആ ലെവലിലാണ് നമ്മൾ എന്ത് പറയാറുള്ളത്, ആരോഗ്യത്തെ പറ്റി പറയാറുള്ളത്. എന്നാൽ നമ്മുടെ പൗരാണിക ഗ്രന്ഥമായിട്ടുള്ള വേദങ്ങളുടെ ഉപവേദങ്ങളായിട്ടുള്ള ആ ഉപവേദങ്ങളിലും വകഭേദമായിട്ടുള്ള ഒരു ആയുർവേദം എന്ന് പറയുന്ന ഒരു ശാസ്ത്രത്തിൽ പറയുന്നത്, ആരോഗ്യം എന്ന് പറഞ്ഞാൽ
അതിനെപ്പറ്റി ഒരു നിർവചനം കൊടുത്തിരിക്കുന്നത് സംസ്കൃതത്തിലാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. സമദോഷ സമാഗ്നിശ്ച സമധാതു മലക്രിയ പ്രസന്ന ആത്മ ഇന്ദ്രിയ മന. അത് ഞാൻ ഒറ്റ വാക്ക് പറയുന്നതിന് പ്രസന്നാത്മേന്ദ്രിയ മന എന്നാണ് പറയുക. പ്രസന്ന ആത്മ ഇന്ദ്രിയ മന നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ വെട്ടി പറഞ്ഞത്. പ്രസന്നാത്മേന്ദ്രിയ മന സ്വസ്ഥ ഇത്യാഭിധീയത എന്നാണ് പറയുന്നത്. അതായത് അവിടെ ആരോഗ്യത്തെ പറ്റി പറയുന്നത് സമദോഷം. സമദോഷം സമം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഈക്വൽ ആകുക, ഇത് ഈക്വൽ ആയിരിക്കണം. ദോഷം എന്ന് ഉദ്ദേശിച്ചത് ത്രിദോഷത്തെ കുറിച്ചാണ് പറയുന്നത്. ദോഷം എന്ന് പറയുന്നത് അത് വാത പിത്ത കഫത്തിന്റെ ത്രിദോഷങ്ങളെ സമമായി നിർത്തുക. അതുപോലെ തന്നെ സമദോഷ സമാഗ്നിശ്ച. സമാഗ്നി എന്ന് ഉദ്ദേശിക്കുന്നത് ദഹന പ്രക്രിയയാണ്. അതായത് നമ്മൾ എന്താ പറയാ, ദഹനശക്തി അല്ലെങ്കിൽ മെറ്റബോളിക് ഡിസോർഡറുകളെ ഒഴിവാക്കുക. അതാണ് സമാഗ്നി എന്ന് ഉദ്ദേശിക്കുന്നത്. അഗ്നി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ശരീരത്തിൽ ആരും ചിരട്ട കണ്ണൊന്നും ഇട്ട് വെച്ചിട്ടില്ല. പകരം ശരീരത്തിൽ ദഹന പ്രക്രിയ കൃത്യമായി നടക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പോഷകങ്ങളെ വലിച്ചെടുക്കുന്നത് മുതൽ അവിടെ നിന്നാണ് ദഹനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നടക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കണമെങ്കിൽ ദഹന രസങ്ങൾ ഉൽപ്പാദിപ്പിക്കണം. വായിൽ നുമിനീര് തുടങ്ങി ശരിക്ക് അവസാനത്തെ ചെറുകുടലിന്റെ വൻകുടലിന്റെ ഉൾപ്പെടെ ഭിത്തികളിൽ നിന്ന് പോഷകങ്ങളെ ആഗിരണം ചെയ്യുന്നവരെയുള്ള പ്രവർത്തനങ്ങളാണ്. ഇതിന് സഹായിക്കുന്ന ഒരുപാട് ദഹന രസങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ ദഹന രസങ്ങളിൽ കൂടെയാണ് അല്ലെങ്കിൽ ആസിഡുകളിൽ കൂടെയാണ് നമ്മുടെ ശരീരത്തിലെ താപനില പോലും നിയന്ത്രിക്കപ്പെടുന്നത്. അപ്പോൾ സമഅഗ്നി ആയിരിക്കണം. സമഅഗ്നി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഓരോ ഇന്ദ്രിയങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന ദഹന രസങ്ങളുടെ അളവുകൾ ക്ലിയർ ആയിരിക്കണം. അത് ക്ലിയർ അല്ലാത്ത സമയത്താണ് നമ്മൾ പറയുന്നത് തൈറോയ്ഡ് കൂടുതലാണ്, കുറവാണ്. അത് തൈറോയ്ഡ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ T4 എന്ന് പറഞ്ഞാൽ അത് ആവശ്യത്തിനുണ്ടാകണം, കൂടുതൽ ഉണ്ടാകരുത്, കുറവുണ്ടാകരുത്. അപ്പോൾ നമ്മൾ തൈറോയ്ഡ് ഗ്രന്ഥി പെർഫെക്റ്റ് ആയിരിക്കണം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് പിത്തരസമുണ്ട്, ചെറുകുടലുമായിട്ട് കണക്ട് ചെയ്യുന്ന പിത്തരസം, അത് ആവശ്യത്തിനുണ്ടായിരിക്കണം. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന പാൻക്രിയാസ് ഉണ്ട്, അതും ആവശ്യത്തിനുണ്ടായിരിക്കണം, കൂടരുത്, കുറയരുത്, ഒരു ആവറേജ് ലെവൽ ഉണ്ട്. അപ്പൊ സമഅഗ്നി എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പൊ സമദോഷ സമാഗ്നിശ്ച സമധാതു. ധാതു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ സയൻസ് പഠിച്ച ആളുകളൊക്കെ നമ്മൾ പറയുക എന്താ, സമധാതു എന്ന് പറഞ്ഞാൽ വൈറ്റമിൻസ് വേണം, മിനറൽസ് വേണം എന്നൊക്കെ പറയും. എന്നാൽ ഈ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അത് ശരീരത്തിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ശരീരത്തിൽ ആവശ്യമായ അളവിൽ എടുക്കുകയും ആവശ്യമില്ലാത്തവരെ പുറന്തള്ളുകയും ചെയ്യുന്ന കുറെ സാധനം ചേർന്നതാണ് നമ്മുടെ ശരീരം. അതിലൊന്ന് പറയുന്നത് രസം, സമധാതു രസം. രസം എന്ന് പറഞ്ഞാൽ നേരത്തെ ഇപ്പം വെച്ച സാധനം തന്നെ എൻസൈംസുകളാണ് രസം എന്ന് പറയുന്നത്. എൻസൈംസുകൾ നമ്മുടെ ശരീരത്തിൽ വേണം. രക്തം വേണം. രക്തമാണ് മറ്റൊരു ധാതുവായിട്ട് ഇവിടെ പറയുന്നത്. ഇതൊക്കെ സപ്ലയർ നമ്മുടെ ശരീരത്തിൽ ക്ലിയർ ആയിരിക്കണം. മാംസം, ഇതില്ലെങ്കിൽ ശരീരം ഇല്ല. അപ്പോ മാംസം വേണം. മേധസ് എന്ന് പറഞ്ഞാൽ കൊഴുപ്പാണ്. അപ്പോ വല്ലാതെ മേധസ് കൂടി എന്ന് പറഞ്ഞല്ലോ. അപ്പോ ഈ മേധസ് എന്ന് പറയുന്നത് ശരീരത്തിൽ ആവശ്യത്തിന് കൊഴുപ്പ് വേണം, കൂടരുത്, ഒരു ആവറേജ് ലെവലിൽ വേണം. അസ്ഥി, നമ്മുടെ ബേസ് സ്ട്രക്ചർ അതാണ്, അസ്ഥിയാണ്. അതുപോലെ മജ്ജ, ഈ അസ്ഥികളൊക്കെ തമ്മിൽ തൊടാതെ എങ്കിൽ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് നടക്കുന്നത് മജ്ജയാണ്. ശുക്രം എന്ന് പറഞ്ഞാൽ ശുക്ലമല്ല, ശുക്രം, എങ്കിലും അർത്ഥം ഏകദേശം അത് തന്നെയാണ്. നമ്മുടെ പ്രത്യുൽപാദന ശേഷിയെ സൂചിപ്പിക്കുന്നതാണ് ശുക്രം എന്ന് പറയുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചോളം ശുക്രത്തിൽ വരുന്നത് അവരുടെ പ്രത്യുൽപാദന ശേഷിയെ സംബന്ധിക്കുന്നത് അവരുടെ അണ്ഡാശയവും അതേപോലെ തന്നെ തൈറോയിഡും ഒക്കെ അവരുടെ പ്രത്യുൽപാദന ശേഷിയെ നിയന്ത്രിക്കുന്നതാണ്. പുരുഷന്മാരെ സംബന്ധിച്ചോളം അവർക്ക് കൗണ്ടും കാര്യങ്ങളൊക്കെ അവിടെ ശുക്ലം തന്നെയാണ് വരുന്നത്. ഇതൊക്കെ ചേരുന്നതാണ് സമധാതു എന്ന് പറയുന്നത്. അപ്പൊ ധാതുക്കൾ ശരീരത്തിൽ കൃത്യമായി ഇരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. സമധാതു, ഇത് നമ്മുടെ ശരീരത്തിൽ കൃത്യമായിരിക്കണം. പിന്നെ പറയുന്നത് മലക്രിയ. മലം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. മലക്രിയ എന്ന് പറഞ്ഞാൽ കൃത്യമായി 1, 2 നടക്കണം. അത് മാത്രമല്ല, മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്, നല്ല വേർപ്പും ശരീരത്തിൽ വേർപ്പ് ഗ്രന്ഥികൾ ഉണർന്ന് പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് മലം, മൂത്രം, വിയർപ്പ് ഇത് നന്നായി അതിന്റെ ഗ്രന്ഥികളും അതിന്റെ അവയവങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തലാണ് സമധാതു
മലക്രിയ എന്ന് പറയുന്നത്, അവിടെ സമം ചേർത്തിട്ടില്ലെങ്കിലും മലക്രിയ അത് കൃത്യമായിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ഇതൊക്കെ ആരോഗ്യമാവുമെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച ആ രീതിയിലുള്ള നോക്കുക. അവിടെ പറയുന്നു വിശ്വാസപരമായി എന്ന് പറയുന്നുണ്ട്. അപ്പോ അതിനു വേണ്ടിയാണ് നമ്മൾ സംസ്കൃതത്തിൽ അതിനെ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്ത് പ്രസന്ന ആത്മ ഇന്ദ്രിയ മന എന്ന് പറയുന്നത്. പ്രസന്നാത്മേന്ദ്രിയ മന, അതായത് നല്ല സന്തോഷമുള്ള പ്രസന്നമായ തെളിഞ്ഞ ആത്മാവ്. ആ തെളിഞ്ഞ ആത്മാവിനെ സഹായിക്കുന്നതാണ് നമ്മൾ എല്ലാ ദിവസവും ഒരു പ്രാർത്ഥനാ ഗീതം എല്ലാവരും കണ്ണു അടച്ച് ആ സമയത്ത് ആത്മാവിനെ ഒന്ന് ശുദ്ധീകരിക്കും. ഉമർ ഉസ്താദിനെ പോലുള്ള ആളുകൾ തസ്ബി പിടിച്ച് അത് ചൊല്ലിക്കൊണ്ട് ഫുൾ ടൈം ഇതിനെപ്പറ്റി എപ്പോഴും ആത്മാവിനെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ പ്രസന്ന ആത്മാവ്. ഇന്ദ്രിയം നമുക്കറിയാം പഞ്ചേന്ദ്രിയമുണ്ട്. എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാനും ആ ഇന്ദ്രിയങ്ങളെ നമ്മുടെ പരിധിയിൽ നിർത്താനും കഴിയുന്നവനാണ് ആരോഗ്യവാൻ എന്ന് പറയുന്നു. അതുകൊണ്ടാണ് സന്യാസ വര്യന്മാരൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിരുന്നു. അതിൽ ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാം. നാക്ക്, മൂക്ക്, കണ്ണ്, ചെവി, ത്വക്ക്, ഇതൊക്കെ പഞ്ചേന്ദ്രിയങ്ങളാണ്. അതിനെ നല്ല ക്ലിയർ ആയി വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. അപ്പൊ ത്വക്കിനെ വൃത്തിയാക്കി സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ കുളി തന്നെയാണ് പ്രധാനം. ആ കുളിക്കും ഉണ്ട് ആചാരങ്ങൾ, അത് ഞാൻ പിന്നീട് പറയാം. അപ്പോ പ്രസന്നാത്മേന്ദ്രിയ മന സ്വസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, സ്വാസ്ഥ്യം, അസുഖമില്ലാത്ത ആരോഗ്യത്തോടെ നിൽക്കുന്ന അവസ്ഥ, ഇത്യാഭിധി, ഇതൊക്കെ ചേർന്നതാണ് ആരോഗ്യം. അപ്പൊ എന്താണ് ആരോഗ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്കൃതത്തില് നമ്മൾ DB നാരായണ സാർ പറയുന്ന സമയത്ത് ഒന്ന് ഓടിച്ചു പോയതുകൊണ്ട് ഒന്നും മനസ്സിലായിട്ടില്ല. എങ്കിൽ നമുക്കിപ്പോ മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക. സമദോഷ സമാഗ്നിശ്ച സമധാതു മലക്രിയ പ്രസന്നാത്മേന്ദ്രിയ മന സ്വസ്ഥ ഇത്യാഭിധീയത. എനിക്കിത് ഇത്രയും സംസാരിക്കാൻ കഴിയുന്നത് ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് സെക്കൻഡ് ലാംഗ്വേജ് സംസ്കൃതമായിരുന്നു, അതുകൊണ്ട് പറയുന്നതാ, ഒന്നും വിചാരിക്കണ്ട. അപ്പോ ഇത് നമുക്ക് നിലനിർത്താൻ കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം പെർഫെക്റ്റ് ആയി. അപ്പൊ അതിന് നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ ശരീരത്തില് സമദോഷത്തെ നിലനിർത്താൻ അത് നമ്മൾ കുറെ കാര്യങ്ങൾ പറയും. സമദോഷം എന്ന് പറയുന്നത് അതും നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ വാദം, പിത്തം, കഫം. ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ, വാദം എന്ന് പറയുന്നത് ശ്വസന വ്യവസ്ഥയായി ബന്ധപ്പെട്ടതാണ്. ശ്വസന വ്യവസ്ഥയെ പെർഫെക്റ്റ് ആക്കി നിർത്തുക. അതിന് സഹായിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മളെ കയ്യിലുള്ളത് ഒന്ന് ആയുശ്വാസ്, ശ്വസന വ്യവസ്ഥയെ പെർഫെക്റ്റ് ആക്കാൻ സഹായിക്കുന്നതാണ്. ഇനി മറ്റൊന്ന് കവചപ്രാശ്, ശ്വസന വ്യവസ്ഥയെ പെർഫെക്റ്റ് ആക്കാൻ സഹായിക്കുന്നതാണ്. മറ്റൊന്ന് നമ്മുടെ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള തുളസി ഡ്രോപ്പ്, ഡെയിലി യൂസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ്. അപ്പോൾ ഇത് നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ആയുശ്വാസം ഒഴികെ കവചപ്രാശായാലും നമ്മുടെ ഈ തുളസി ഡ്രോപ്പ് ആയാലും നമുക്ക് ഡെയിലി യൂസിനുള്ളതാണ്. ആയുശ്വാസ് ഉപയോഗിക്കേണ്ടത് നമുക്കറിയാം, ആയുശ്വാസ് ഉപയോഗിക്കാൻ ഡെയിലി യൂസ് ഉപയോഗിക്കാൻ ആർക്കും സാധിച്ചു കൊള്ളണമെന്നില്ല, നല്ല റേറ്റ് ഉണ്ട് അതിന്. നമുക്ക് ചിലപ്പോൾ റേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടാവില്ല, പക്ഷെ പുറമേയുള്ള ആളുകളെ സംബന്ധിച്ചോ വലിയ റേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടാകാം. പക്ഷെ ആ റേറ്റിനെ നോക്കുകയാണെങ്കിൽ അതിന്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആസ്മ, അലർജി പോലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവും ഇല്ലാതെ എത്രയോ ആളുകൾ ചുറ്റുപാടും ഉണ്ടെങ്കിൽ അവർക്ക് അത് കൊടുത്ത് അതിന്റെ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ അവർക്ക് അതിന്റെ ക്യാഷ് അതിന്റെ ഒരു പ്രശ്നമേ അല്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം അങ്ങനത്തെ കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് ആയുശ്വാസ്. എന്നാൽ സ്ഥിരമായി ഉപയോഗിക്കേണ്ട സാധനം, ഡെയിലി യൂസിന് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് നമ്മളെ തുളസി ഡ്രോപ്പും കവചപ്രാശും. ആ കൂട്ടത്തിൽ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ വാദം, പിത്തം, ദഹനത്തെ സഹായിക്കുന്നതും നമ്മൾ ഡെയിലി ഉപയോഗിക്കേണ്ട സാധനമുണ്ട്. എന്നാൽ ആവശ്യത്തിന് മാത്രം, അത്യാവശ്യത്തിന് വരുന്ന സമയത്ത് മാത്രം ഉപയോഗിക്കേണ്ട സാധനമുണ്ട്. ഡെയിലി യൂസിന് ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് നമ്മളെ ശരീരത്തിൽ ചെല്ലുന്ന പോഷകങ്ങളെ നമുക്ക് ശരീരത്തിന് ആഗിരണം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന കോടിക്കണക്കിന് ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. പരസ്യങ്ങളിൽ കാണുന്നത് എക്സോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയ 99.9% നശിച്ചു, അങ്ങനെ നശിപ്പിക്കാനുള്ളതല്ല ബാക്ടീരിയ. നല്ല ബാക്ടീരിയയും നമ്മളെ ജീവനെ നിലനിർത്താൻ സഹായിക്കുന്ന ബാക്ടീരിയകളും, എന്നാൽ നമുക്ക് ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയകളുണ്ട്. എല്ലാ ബാക്ടീരിയകളും മോശക്കാരല്ല, ഭൂരിഭാഗം ബാക്ടീരിയകളും നല്ലവരാണ്. കുറച്ച് ആളുകളെ റിബലുകളുള്ളൂ. ആ റിബലുകളെ മാത്രം തുരത്തിയാൽ മതി. ആ ബാക്ടീരിയ നമ്മളെ ശരീരത്തിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് പറയുകയാണ് നമ്മൾ പ്രോബയോട്ടിക്സ് എന്ന് പറയും. നേരത്തെ ഒക്കെ നമ്മൾ പ്രോബയോട്ടിക്സ് ഉപയോഗിച്ചത് കൂടുതൽ ആളുകളും പഴങ്കഞ്ഞിയും തൈരൊക്കെ കഴിച്ചിട്ടുണ്ട്. തൈര് ഏറ്റവും നല്ല ഭക്ഷണമാണ്. അപ്പോ ഒരു സമയത്ത് ഒരു വസ്തുവിനെ
കുറെ ബാക്ടീരിയകൾ കൂടെ അതിന്റെ ഭക്ഷണമാക്കി അതിന്റെ രൂപമാറ്റം വരുത്തിയ ഉൽപ്പന്നമാണ് തൈര്. തൈര് ഉപയോഗിക്കുന്നത് നല്ലതാണ്. പക്ഷെ തൈര് ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂട്ടത്തിൽ പറയുന്നതേ ഉള്ളൂ. നമ്മൾ ചില ആളുകൾ തൈര് വാങ്ങും. ഉച്ചക്ക് ഹോട്ടലിലൊക്കെ പോയി ചോറ് തിന്ന സമയത്ത് തൈര് വാങ്ങുന്ന ആളുകളുണ്ട്. തിളച്ച ചോറിൻ്റെ അകത്ത് തൈര് ഒഴിക്കും. നേരെ വിപരീത ഫലം. പ്രോബയോട്ടിക്സ് അവിടെ നേരെ തിരിച്ച് നമുക്ക് പണി തരും. അവിടെ പ്രോബയോട്ടിക്സ് എല്ലാം വിഷമായി മാറുന്നത്. അതുകൊണ്ടാണ് പഴയ കാലങ്ങളിൽ പഴങ്കഞ്ഞിയും തൈരും എന്ന് പറയുന്നത്. തണുത്തതിലേക്ക് തണുത്തത് തന്നെയാണ് ചെല്ലുന്നത്. അത് നന്നായി സഹായിക്കും. എല്ലാ പഴവർഗ്ഗങ്ങളും, പഴം എന്ന് പറയുന്നത് ഒരു മരത്തിന്റെ അല്ലെങ്കിൽ ചെടിയുടെ കായ് അതിന്റെ ഞെട്ടിൽ നിന്ന് വേർപെട്ട് അതിന്റെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ വിത്തിന് മാത്രമേ ജീവൻ ഉണ്ടാവുള്ളൂ. അതിനെ സംരക്ഷിച്ച് അതുവരെ നിർത്തിയ മാംസള ഭാഗത്തിന് വന്നു തുടങ്ങും. അതിനെ ബാക്ടീരിയകൾ ഭക്ഷണമാക്കും. അതിന്റെ ഘടനയെ മാറ്റും. ആ ഘടനയെ മാറ്റുന്ന സമയത്താണ് ഇത് പഴമാകുന്നത്. അപ്പൊ ഏത് പഴം കഴിച്ചാലും പ്രോബയോട്ടിക്സ് ആണ്. പക്ഷെ ഇന്നത്തെ പഴങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത് പ്രോബയോട്ടിക്സിനെ പൊതിഞ്ഞുകൊണ്ട് വിഷാംശം ഉള്ളത് കൊണ്ട് അത് അത്രത്തോളം എഫക്റ്റീവ് അല്ല. അപ്പൊ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, ശരീരത്തിൽ ചെന്ന് കഴിയുന്ന സമയത്ത് വായിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉള്ളിൽ ഒരുപാട് ദഹനരസങ്ങൾ, രാസാഗ്നികൾ വരുന്നുണ്ട്, എൻസൈമുകൾ വരുന്നുണ്ട്. ഇതൊക്കെ വരുന്ന സമയത്ത് ഈ പറയുന്ന ബാക്ടീരിയകൾ നശിച്ചു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്നാൽ നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ള പ്രോബയോട്ടിക് G+ എന്ന ഗുഡ് G+ ആണ് ചിറ്റമൃത്. അതിന് ഭക്ഷിക്കാനുള്ള ചിറ്റമൃത് അതിനകത്ത് ഉണ്ട്. ബാക്കി മുഴുവൻ ബാക്ടീരിയകളാണ്. ആ ബാക്ടീരിയകളെ പറ്റി ഡീറ്റെയിൽ ഞാൻ പറയുന്നില്ല, നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിൽ ഡെയിലി യൂസിനുള്ളതാണ്. എല്ലാ ദിവസവും കഴിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് പ്രോബയോട്ടിക് G+. ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും ഒരു ആവശ്യമുള്ള സമയത്ത് കഴിക്കേണ്ടതല്ല. എല്ലാ ആളുകളും, നമ്മളെ സംബന്ധിച്ചോളം നമ്മളെ ലീഡേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, എല്ലാ ആളുകളും ഡെയിലി യൂസ് ആയിട്ട് ഉപയോഗിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് പ്രോബയോട്ടിക് G+. അതിന് ഇന്നേ ഒരു 3 മാസത്തെ കണക്കോ 6 മാസത്തെ കണക്കൊന്നും അതിനില്ല. ഡെയിലി യൂസ്, നമ്മളെ ലൈഫ് എത്ര കാലം നിൽക്കുന്നോ അത്രയും കാലം ഡെയിലി ഉപയോഗിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് പ്രോബയോട്ടിക് G+. അപ്പൊ ഇത് നമുക്ക് ഡെയിലി ഉപയോഗിക്കേണ്ടതാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ദഹനത്തെ സഹായിക്കുന്ന കുറെ ഓർഗൻസ് ഉണ്ട്. അതിനെ സംരക്ഷിച്ച് നിർത്താൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിവർ ഫങ്ഷൻ ബുദ്ധിമുട്ടുണ്ടാവും. ലിവറിന്റെ ഒരു പ്രത്യേകത എത്രയും പെട്ടെന്ന് നന്നാവുകയും ചെയ്യും. നന്നായി ബുദ്ധിമുട്ടിച്ചാൽ മാത്രമേ അത് നശിച്ചു പോവുള്ളൂ. നന്നായി ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ സ്വന്തം ശരീരത്തെ, അതിന്റെ അവയവങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ, അതിനെ നശിപ്പിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ജിജ്ഞാസ കാണിക്കുന്ന ആളുകളാണ് മനുഷ്യന്മാരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മദ്യപാനം ലിവറിന് നല്ല പണി കൊടുക്കുന്നതാണ്. അതുപോലെ നമ്മുടെ കൊക്കക്കോള, പെപ്സി പോലുള്ള പാനീയങ്ങൾ നന്നായി പണി കൊടുക്കുന്ന, പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ട് അങ്ങോട്ട് കൊടുക്കും. പണി നിൽക്കട്ടാ നിനക്ക്. അപ്പൊ അങ്ങനെ കൊടുക്കുന്നതിന് പകരം അതിനോട് പറയാ, കുറച്ചു കാലം ചില ആളുണ്ടാവും 2 അടിപിടിയൊക്കെ ഉണ്ടാക്കി 2 പൊട്ടിച്ചു കൊടുക്കും. അത് കഴിഞ്ഞൊന്ന് ഒഴിഞ്ഞു കൊടുത്താൽ സമാശ്വസിക്കുന്ന കുറെ ആളുകളുണ്ട്. പോട്ടടാ സാരമില്ല എന്ന് പറഞ്ഞ, അതേപോലെ പോട്ടടാ സാരമില്ല എന്ന് പറഞ്ഞ ആശ്വസിക്കുന്ന ഒരു അവയവമാണ് നമ്മുടെ ലിവർ. നമ്മൾ കുറെ പണി കൊടുത്തിട്ടുണ്ട്, ഡെയിലി പണി കൊടുക്കും. എന്നാൽ ആ പണി കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരു 6 മാസം കൂടുമ്പോൾ 1 മാസത്തെ ഒരു കോഴ്സെങ്കിലും ആയിട്ട് നമ്മൾ ലിവഗെയിൻ കഴിച്ചു കഴിഞ്ഞാൽ മൂപ്പർ പെർഫെക്റ്റ് ആയി. നല്ല സാധന ലിവഗെയിൻ ക്യാപ്സൂൾ 6 മാസം കൂടുമ്പോൾ 1 മാസത്തെ കോഴ്സ്. അത് സിറപ്പാണെങ്കിൽ ഒരു 3 ബോട്ടിൽ ഉണ്ടാവും 1 മാസത്തേക്ക്. അത് കഴിക്കുക. അപ്പൊ ലിവർ ക്ലിയർ ആയി. ഇനി കിഡ്നിക്ക് ഒരു പ്രത്യേകത, വളരെ കപ്പാസിറ്റി ഉള്ള കിഡ്നിയുടെ ഘടന തന്നെ അറിയാം. ഒരു അണ്ടിപ്പരിപ്പ് പോലെയുള്ള. എന്നാൽ നമ്മൾ ഏതെങ്കിലും മാംസബുക്കുകളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചോളം, മാംസങ്ങളൊക്കെ കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം കിഡ്നി നമുക്ക് ഇറച്ചിയൊക്കെ വാങ്ങുന്ന സമയത്ത് കിട്ടും. ആ കിഡ്നിയുടെ നോക്കി നല്ല ഉറപ്പുള്ള ഒരു അവയവമാണ്. ആ ഉറപ്പുള്ള അവയവം ശരിക്കും പറഞ്ഞ ഒരു 3 മനുഷ്യായുസ് ഒരാളിൽ നിന്ന് എടുത്ത് മറ്റൊരാൾക്ക് കൊടുത്താൽ, അവിടുന്ന് എടുത്ത് മറ്റൊരാൾക്ക് കൊടുത്താൽ, ഇത് കൊടുത്താൽ നിൽക്കുന്നു ഞാൻ പറയില്ല, അങ്ങനെ കൊടുത്താൽ പോലും നിൽക്കുന്ന അത്രയും ആയുസ്, മനുഷ്യന്റെ ആയുസിനേക്കാൾ കൂടുതൽ പ്രകൃതി ആയുസ് കൊടുത്തൊരു അവയവമാണ് കിഡ്നി. പക്ഷെ ഒരു മനുഷ്യായുസിന്റെ പകുതി എത്തുന്നതിന് മുമ്പേ കിഡ്നി അടിച്ചു പോകുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുള്ളത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കിഡ്നിയെ നശിപ്പിക്കുന്ന കുറെ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ട്, കുറെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ ആ കിഡ്നിയെയും നമുക്ക് ഇത്രയൊന്നും വേണ്ട, ഒരുപാട് കരുത്തനായ ആ അവയവത്തിനെ സംരക്ഷിക്കാൻ വർഷത്തിൽ 1 പ്രാവശ്യം 1 മാസത്തെ കോഴ്സ് നമ്മുടെ യൂറിഫ്ലഷ് 3 എന്ന് പറയുന്ന ആ പ്രൊഡക്റ്റ് വർഷത്തിൽ 1 മാസത്തെ കോഴ്സ്. അത് ഏത് മാസം തിരഞ്ഞെടുക്കാം നമുക്ക്. ഇപ്പോൾ ഈ മാസം നമ്മൾ ലിവഗെയിൻ ആണെങ്കിൽ അടുത്ത മാസം വെൽഹാർട്ട് ആകാം. അങ്ങനെ മാറിപ്പോകാം.
അപ്പോൾ വർഷത്തിൽ എല്ലാ പ്രാവശ്യവും നമ്മൾ വെൽനസ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഓരോന്നിനും ഓരോ സമയം വെച്ചുകൊണ്ട് അങ്ങനെ പോവുകയാണെങ്കിൽ എല്ലാ ഉൽപ്പന്നവും നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. അതേസമയത്ത് സ്ഥിരമായി ഉപയോഗിക്കേണ്ട ഉൽപ്പന്നങ്ങളെ പറ്റി ഞാൻ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോ കിഡ്നിയെ സംരക്ഷിക്കാൻ യൂറിൻ ഫ്രഷിന്റെ ടാബ്ലറ്റ് ആണെങ്കിൽ അത് വർഷത്തിൽ 1 മാസത്തെ കോഴ്സും, ഇനി സിറപ്പ് ആണെങ്കിൽ കുറച്ചുകൂടെ ദൈർഘ്യം കൂട്ടേണ്ടതുണ്ട്. ഒരു 1.5 മാസത്തെ കോഴ്സുമായിട്ട് നമ്മൾ അത് കഴിക്കുകയാണെങ്കിൽ നമ്മളെ കിഡ്നി ഫങ്ഷൻസ് പെർഫെക്റ്റ് ആകും. ഇനിയുള്ളത് ലിവർ കഴിഞ്ഞു, കിഡ്നി കഴിഞ്ഞു, പാൻക്രിയാസ്. പാൻക്രിയാസ് ഗ്രന്ഥിയെ അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കാരണം ഡെയിലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള വിഷാംശങ്ങൾ, അമിതമായിട്ടുള്ള പഞ്ചസാരയുടെ അളവ്. പഞ്ചസാര എന്ന് പറയുന്ന സമയത്ത് പഞ്ചസാര മാത്രമായി നിങ്ങൾ കാണേണ്ട. സ്റ്റാർച്ച് ഫുഡ് പണി കിട്ടുന്നത് ലിവറിനാണെങ്കിൽ തൊട്ട പിറകെ പണി കിട്ടുന്നത് മറ്റുള്ള അവയവങ്ങൾക്കല്ല, തൊട്ട പിറകെ പണി കിട്ടുന്നത് പാൻക്രിയാസിനാണ്. ആ പാൻക്രിയാസിനെ സംരക്ഷിക്കാൻ ഡയബാലൈഫ്, അതും വർഷത്തിൽ 1 പ്രാവശ്യമെങ്കിലും, നിലവിൽ പ്രശ്നങ്ങൾ ഇല്ലാത്ത ആളുകൾക്ക്, ഒരു പ്രശ്നമില്ലാത്ത ആളുകൾക്കാണ് പറഞ്ഞത്, വർഷത്തിൽ 1 പ്രാവശ്യത്തെ കോഴ്സായിട്ടെങ്കിലും നമ്മളെ പാൻക്രിയാസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഡയബാലൈഫ് എല്ലാ ആളുകളും കഴിക്കുന്നത് നല്ലതാണ്. ഇത് വന്നിട്ട് ചികിത്സിക്കുന്നതിനെ പറ്റി അല്ല ഞാൻ പറഞ്ഞത്. കൂടുതലും എനിക്ക് വരുന്ന സംശയങ്ങൾ, ചോദ്യങ്ങൾ, സാറേ ഇന്നേ ഒരു പ്രശ്നമുണ്ട്, ഇന്നേ ആളുകൾക്ക് അതിനെന്ത് കൊടുക്കും എന്നാണ് ചോദിക്കുന്നത്. കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം, നമ്മൾ അസുഖമുള്ള ആളുകളെ തേടി പോകുന്നു. ഞാൻ പറയുന്നത്, ഒരു അസുഖവും ഇല്ലാത്ത ആളുകൾക്ക് ഇതേ ആരോഗ്യത്തോടെ ഇനിയും ജീവിക്കണമെങ്കിൽ, ദീർഘായുസ് കിട്ടണമെങ്കിൽ, ആ ദീർഘായുസ് ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ, പ്രശ്നങ്ങൾ ഇല്ലാതെ ജീവിക്കണമെങ്കിൽ വേണ്ടുന്ന ഉപാധികളെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ പാൻക്രിയാസിന് വേണ്ടുന്ന ഭക്ഷണമായിട്ടുള്ള ഡയബാലൈഫ് വർഷത്തിൽ 1 പ്രാവശ്യമെങ്കിലും നമ്മൾ കൊടുക്കുക. ഇനി 24/7 വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു അവയവം, എല്ലാം അങ്ങനെ തന്നെയാണ്, എങ്കിലും മറ്റുള്ളവരൊക്കെ കുറച്ച് റെസ്റ്റ് കിട്ടും. കിഡ്നിക്ക് കുറച്ച് റെസ്റ്റ് കിട്ടുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ഫാസ്റ്റായി വർക്ക് ചെയ്യേണ്ട മറ്റൊരു അവയവമാണ് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ബ്ലഡിനെ എത്തിക്കാൻ ചുമതലപ്പെട്ട, എല്ലാ സ്ഥലത്തേക്കും ബ്ലഡിനെ ക്ലിയർ ചെയ്യുന്നത് മൂപ്പർ ഒറ്റക്കല്ല, എങ്കിലും ക്ലീൻ ചെയ്യുന്നത് മൂപ്പറല്ല. അവിടെ വരുന്ന സമയത്ത് കുറച്ചൊക്കെ ക്ലീനിങ്, ബാക്കി കിഡ്നിക്കും ലിവറിനൊക്കെ പണിയുണ്ട്. അപ്പോ ഹാർട്ടാണ് പമ്പിങ് മെഷീൻ. അപ്പോ ഹാർട്ടിനെ ശുദ്ധീകരിക്കുക മീൻസ് ആ ഹൃദയപേശികളെ ബലപ്പെടുത്തുക. അതേപോലെ തന്നെ അവിടെ ഒഴുകി വരുന്ന രക്തം തിരിച്ചു പോകുന്ന സമയത്ത് അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ, പ്രധാനപ്പെട്ട ട്രൈഗ്ലിസറൈഡ് പോലത്തെ വില്ലനെ അവിടുന്ന് ഒഴിവാക്കുക. ഇതിനൊക്കെ നമ്മൾ കഴിക്കേണ്ടതാണ് വെൽ ഹാർട്ട്. 6 മാസം കൂടുമെങ്കിലും ഒന്ന് കഴിക്കണം. എന്റെ കണക്ക് 3 മാസം, ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന 3 മാസം. എവറി 3 months ഒരു വെൽ ഹാർട്ട്, 1 മാസത്തെ ഒരു കോഴ്സ് അത് കംപ്ലീറ്റ് ആക്കുക. ഏറ്റവും ചുരുങ്ങിയത് 6 മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഹാർട്ട് ഫങ്ഷൻ പെർഫെക്റ്റ് ആയി. ഇനിയുള്ളത് ഇതിനൊക്കെ നിയന്ത്രിക്കുന്ന തലച്ചോറാണ്. അതിന് നിങ്ങൾ 6 മാസം കൂടുമ്പോൾ 1 മാസമൊന്നുമില്ല, മൂപ്പർ എല്ലാ ദിവസവും നന്നായിട്ട് വർക്ക് ചെയ്യേണ്ടതുകൊണ്ട് എല്ലാ ദിവസവും അതിനുള്ള പോഷകങ്ങൾ കൊടുക്കണം. ആ പോഷകങ്ങൾ കൊടുക്കലാണ് ഞാൻ ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ചിലപ്പോൾ എൻ്റെ വീഡിയോ കണ്ട ആളുകളുണ്ടാവും. ഞാൻ രാവിലെ എഴുന്നേറ്റ എൻ്റെ ഫസ്റ്റ് പരിപാടി കാശ്മീരി കവ ഗ്രീൻ ടീ ബ്ലെൻഡ് ഡെയിലി യൂസ് ആണ്. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. യുവത്വം നിലനിർത്താൻ സഹായിക്കും. ഞാൻ യുവത്വം നിർത്തിയത് അതുകൊണ്ടല്ല കേട്ടോ, ഇപ്പൊ അടുത്ത് തുടങ്ങിയതാ. അപ്പോ എങ്കിലും ഇനി അങ്ങോട്ട് ഇത് നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ച് ഏജൊക്കെ ആയി, ഞാൻ ഉമർസാദൊക്കെ ഏകദേശം സെയിമാ. അപ്പോ ഇത് നിലനിർത്തണമെങ്കിൽ എനിക്ക് ആവശ്യമാണ്. അപ്പൊ എന്തുണ്ട്, ഈ കാശ്മീരി കവ, അതിനകത്തുള്ള കണ്ടന്റുകളൊക്കെ പറ്റി കൂടുതൽ ഞാൻ പോകുന്നില്ല. അതിനകത്ത് അശ്വഗന്ധ ഉണ്ട്, കുങ്കുമപ്പൂവുണ്ട്, മഞ്ഞളുണ്ട്, ഇങ്ങനെ കുറെ സാധനമൊക്കെ ഉണ്ട്. ഇതൊക്കെ ശരീരത്തിന്റെ സൗന്ദര്യം നിലനിർത്താനും അതോടൊപ്പം തന്നെ നമുക്ക് ബ്രെയിൻ ഫങ്ഷനെ നല്ല എന്താ പറയാ ആക്റ്റീവായി നിലനിർത്താനും ഒക്കെ സഹായിക്കുന്ന ഒരു ഘടകമാണ് കാശ്മീരി കവ. ഡെയിലി യൂസിനുള്ളതാണ്. അതിന് മസാല കവ എന്ന് പറഞ്ഞ വേറൊരു കാറ്റഗറി ഉണ്ട്. ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ, അതിനകത്ത് കുങ്കുമപ്പൂ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഉണ്ട്. അതിനെ നമുക്ക് എന്താ പറയാ, അതും നമുക്ക് ഇതേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന കാശ്മീരി കവയോ മസാല കവയോ ഏതെങ്കിലും, മസാല കവ അല്ല അതിന്റെ പേര് മാറ്റി തോന്നുന്നു അല്ലേ, എന്തായാലും നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതും നമുക്ക് ഡെയിലി യൂസിനുള്ളതാണ്. അത് എല്ലാ ദിവസവും ഉപയോഗിക്കാൻ ബെസ്റ്റ് ആണ്. ഇനി ഇതിനകത്ത് മറ്റൊന്ന് പറഞ്ഞത് സമധാതു മലക്രിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. മലക്രിയ ക്ലിയർ ആണെങ്കിൽ, അത് ഞാൻ നേരത്തെ പറഞ്ഞ ഡെയിലി യൂസിനുള്ള ഉൽപ്പന്നം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരുവിധമൊക്കെ അതിനകത്ത് ക്ലിയർ ആവും, നമ്മുടെ പ്രോബയോട്ടിക്. എന്നാൽ ചില ആളുകളെ സംബന്ധിച്ചോളം ശോധന കുറവൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് മാത്രം ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ്
ഫുൾ ആൻഡ് ഈസി. ഫുൾ ആൻഡ് ഈസി ഡെയിലി യൂസിനുള്ള സാധനമല്ല. എന്നാൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന ഫുൾ ആൻഡ് ഈസി ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പ്ലസ് ദഹന പ്രക്രിയ അത് ക്ലിയർ ചെയ്യാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഫുൾ ആൻഡ് ഈസി അത് പൊതുവെ നമ്മൾ പണ്ട് മുതലേ ചെയ്യുന്ന ഒരു കാര്യമാണ്. വർഷത്തിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും വയറിളക്കുന്ന ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താ അതിന്റെ ആവശ്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഇത്രയും കാലം നമുക്ക് വെച്ച് വിളമ്പി തന്ന പാത്രം ഒന്ന് കഴുകി വെക്കുക. കഴുകി അമർത്താനുള്ള സമയമില്ല. കഴുകി വെച്ചാൽ പിന്നെയും പണിയാ മൂപ്പർക്ക്. ആ കഴുകുന്ന ആ അവയവത്തെ ഒരു പ്രശ്നവും ഇല്ലാത്ത ആളുകളും 6 മാസത്തിൽ 1 മാസത്തെ കോഴ്സായിട്ട് ഒരു ഫുൾ ആൻഡ് ഈസി കഴിച്ചു കഴിഞ്ഞാൽ ശോധന ക്ലിയർ ആവും. ശോധന മാത്രമല്ല ക്ലിയർ ആകുന്നത്, ശരീരത്തില് വായ മുതൽ മലദ്വാരം വരെയുള്ള ആ ഗഡ്സ് മാത്രമല്ല ക്ലീൻ ചെയ്യുന്നത്, ശരീരത്തിന്റെ ഓരോ കോശങ്ങളെയും ക്ലീൻ ചെയ്യാനുള്ള കപ്പാസിറ്റി അതിനുണ്ട്. അതോടൊപ്പം തന്നെ അതിന് അഡീഷണൽ റിസൾട്ട് എന്ന് പറയുന്നത് അത് ശ്വസന വ്യവസ്ഥയെ പെർഫെക്റ്റ് ആകുന്നതിൽ അപാര പങ്ക് വഹിക്കുന്നതാണ്. അതേപോലെ തന്നെ വാദസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ആമവാദം പോലുള്ള പ്രശ്നമുള്ള ആളുകൾക്ക് അതിനും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഫുൾ ആൻഡ് ഈസി എന്ന് പറയുന്നത്. അപ്പോൾ അതും നമുക്ക് അങ്ങനെ കഴിക്കേണ്ടതാണ്. വെൽഹാറിനെ പറ്റി ഞാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഉൽപ്പന്നങ്ങൾ ആവശ്യത്തിന് ഒരു ചെറിയ കോഴ്സായിട്ട് ഉപയോഗിക്കേണ്ടതും എന്നാൽ സ്ഥിരമായി ഉപയോഗിക്കേണ്ടതായ കുറേ ഉൽപ്പന്നങ്ങൾ, അതിലൊന്നാണ് കാശ്മീരി കവ, ഡെയിലി യൂസിനുള്ളതാണ്. അതേപോലെ തന്നെ നമ്മളെ തുളസി ഡ്രോപ്പ് ഡെയിലി യൂസിനുള്ളതാണ്. കവചപ്രാശ് ഡെയിലി യൂസിനുള്ളതാണ്. 9E5 കഴിയുമെങ്കിൽ അത് മാത്രം ഞാൻ കഴിയുമെങ്കിൽ എന്ന് പറയും. അതിന്റെ DPയും MRP എല്ലാവർക്കും അറിയാം. എങ്കിലും അത് സ്ഥിരമായി ഉപയോഗിക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ്, ഏറ്റവും നല്ലതാണ്. നമുക്ക് സ്ഥിരമായി ഉപയോഗിക്കാനുള്ള പണി ഒറ്റ പണിയേ ഉള്ളൂ. എന്താ പണി എന്ന് എല്ലാവർക്കും അറിയാം. നമ്മളൊക്കെ ഉമർ ഉസ്താദ് ആകുക, അല്ലെ ബിജു സാർ ആകുക, ബെൽന സാർ ആകുക. കാരണം എന്താ, എല്ലാ ആഴ്ചയും നല്ല വരുമാനത്തിലേക്ക് എത്തുക. ആ വരുമാനത്തിലേക്ക് എത്തിയാൽ 9E5 വാങ്ങി കഴിക്കുന്ന ഒരു പ്രശ്നമല്ലല്ലോ. സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി സ്ഥിരമായി ഉപയോഗിക്കേണ്ട ഒരു ഉൽപ്പന്നം, അത് നമ്മൾ ഇന്നും ആരും അങ്ങെടുക്കാത്ത ഒരു സാധനം. അത് എടുക്കാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്കും ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാവും. അത് വേണോ സാറേ എന്ന് ചോദിക്കും. അപ്പോ ആയുർവേദത്തിൽ ചിലപ്പോ ബെല്ലു സാറ് പറഞ്ഞു തന്ന വരി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അഭ്യംഗമാചരേ നിത്യം, അല്ലെ? പല സമയത്തും ബെല്ലു സാറ് പറയുന്ന ഒരു സാധനം അഭ്യംഗമാചരേ നിത്യം. ട്രെയിനിങ് കേട്ട ആളുകൾക്ക് അറിയാം. എന്താ സംഭവം? അഭ്യംഗം തേച്ചുകൂളി, ആചരേ നിത്യം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ആചരിക്കേണ്ടതാണ്, എല്ലാ ദിവസവും ചെയ്യേണ്ടതാണ് തേച്ചുകൂളി. ആർക്കും പതിവുണ്ടത്? എനിക്ക് തോന്നുന്നില്ല നമ്മളെ കൂട്ടത്തിൽ ആരും ചെയ്യുന്നുള്ളത്. എന്നാൽ അതിനു വേണ്ടിയാണ് നമ്മുടെ കമ്പനി ഒരു പ്രൊഡക്റ്റ് തന്നത്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് അതിനല്ല. നമ്മൾ ഉപയോഗിക്കുന്നത് മുട്ടുവേദനയ്ക്ക് തേച്ചു കൊടുക്കാൻ, നമ്മുടെ നടുവേദനയ്ക്ക് തേച്ചു കൊടുക്കാൻ, ഇനി എന്തെങ്കിലും ചതവോ ഉളുക്കോ ഉണ്ടെങ്കിൽ അവിടെ തേച്ച് പിടിപ്പിക്കാൻ, വാദസംബന്ധമായിട്ടുള്ള വേദന ഉണ്ടെങ്കിൽ ചൂടാക്കി തേക്കാൻ. ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചൊരു സാധനമാണ് എന്ത്? ചാമ്പ്യൻ തൈലം. എന്നാൽ അത് അതിനുള്ളതല്ല. അത് എല്ലാ ദിവസവും തേച്ചുകുളി എന്ന് പറയുന്ന ഒരു ശീലം നമുക്ക് ഉണ്ടാക്കി തരാൻ വേണ്ടി നിർമ്മിച്ച സാധനമാണ്. അതിനകത്ത് പറയുന്നത്, അല്ലെങ്കിൽ ആ ശ്ലോകം കംപ്ലീറ്റ് പറയുന്നത്, അഭ്യംഗമാചരേ നിത്യം സ ജരാശ്രമവാദ, ജരാശ്രമവാദ എന്നാണ്. ജരാശ്രമവാദ ദൃഷ്ടിപ്രസാദ പുഷ്ട്യായുഹു. ദൃഷ്ടി എന്ന് പറഞ്ഞാൽ കാഴ്ച, പ്രസാദം എന്ന് പറഞ്ഞാൽ നല്ല കാഴ്ച എന്നുള്ളത്. പുഷ്ട്യായുഹു, പുഷ്ടി എന്ന് പറഞ്ഞാൽ നല്ല പുഷ്ടി എന്ന് പറയാം, നല്ല ആള് ശരീര പുഷ്ടി എന്ന് പറഞ്ഞാൽ നല്ല എന്താ പറയാ, ആരോഗ്യമുള്ള. ആയുഹു, ആയു എന്ന് പറഞ്ഞാൽ ആയുസ്. ദൃഷ്ടിപ്രസാദ പുഷ്ട്യായുഹു സ്വപ്ന സുത്വക്ത ദാർഢ്യകൃത്ത് എന്നാ പറയാ. സ്വപ്നം എന്ന് പറഞ്ഞാൽ നല്ല ഉറക്കത്തിനാണ്. ഉറക്കത്തിനാണെന്ന സ്വപ്നത്തിലല്ല, നല്ല ഉറക്കിനാണ് സുസ്വപ്ന എന്നാണ് പറയേണ്ടത്. പക്ഷെ സ്വപ്ന സു എന്നാണ് നമ്മുടെ ശ്ലോകത്തിലുള്ളത്. ത്വക്ത, ത്വക്കിന് കൂടെ ഉപകാരപ്പെടുന്നത്. ദാർഢ്യകൃത്ത്, ദാർഢ്യം എന്ന് പറഞ്ഞാൽ ധാർഷ്ട്യം നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതല്ല, ദാർഢ്യം വെച്ചാൽ ദൃഢതയാണ്. ശരീരത്തിന് നല്ല ദൃഢത തരുന്ന, അതായത് അഭ്യംഗം എന്ന് പറയുന്നത് തേച്ചുകുളി, എണ്ണ തേച്ചുകുളിയാണ്. തേച്ചു കുളിക്കാൻ ഏറ്റവും നല്ല എണ്ണ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയുർവേദത്തിൽ പറയുന്നത് നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ. അതിനേക്കാൾ നല്ല ഒരു എണ്ണ തേച്ച് കുളിക്കാൻ പറ്റിയതില്ല എന്നാണ്. അല്ലെ മസാജ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഓയിൽ അതാണ്. എന്നാൽ നമ്മുടെ ഈ പറയുന്ന ചാമ്പ്യൻ തൈലത്തിൽ അതിന്റെ പ്രധാനപ്പെട്ട കോമ്പിനേഷനിൽ എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഇത് തന്നെയാണ്.
നല്ലെണ്ണയാണ് അതിന്റെ ബേസ്. അതിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, മറ്റുള്ള കോമ്പിനേഷനുകൾ ചേർത്തിട്ടുള്ളത്. ആ കോമ്പിനേഷൻ പറ്റി ഞാൻ പറയാം. അപ്പൊ അഭ്യംഗം ആചരേ നിത്യം, തേച്ചുകുളി എല്ലാ ദിവസവും വേണ്ടതാണ്. നമ്മൾ എത്ര ആളുകൾ തേച്ച് കുളിക്കാറുണ്ട്? അത് കുളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഗുണമാണ് പറയുന്നത്. ആചരേ നിത്യം, സ എന്ന് പറഞ്ഞാൽ അത് എന്നുള്ള അർത്ഥത്തിലാണ്. അഭ്യംഗം ആചരേ നിത്യം, എല്ലാ ദിവസവും തേച്ച് കുളിച്ചാൽ അത് ജരാശ്രമവാദ. ജര എന്ന് പറഞ്ഞാൽ അറിയാം, പ്രായത്തിന്റെ ചുക്കി ചുളിവുകളും ഒക്കെയാണ് ജര, പ്രായം, വാർദ്ധക്യം. ശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണം, തളർച്ച. പ്രായം കൂടുന്നതനുസരിച്ച് ക്ഷീണവും തളർച്ചയും ഒക്കെ ഉണ്ടാവും. ഒരു 40 വയസ്സിന് ശേഷം തളർച്ച തുടങ്ങും നമുക്കൊക്കെ. പെട്ടെന്ന് മനസ്സിലാവില്ലാത്തൊരു കാര്യം. നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം ജനിച്ചു പെട്ടെന്ന് മരിക്കുന്ന ദിവസമല്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം മെല്ലെ മെല്ലെ ക്ഷീണാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഒരു യുവാവിന് കിട്ടുന്ന എനർജി ഒരിക്കലും ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. നിങ്ങൾ പൊതുവെ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ എവിടെയെങ്കിലും ഒരു പ്രശ്നം നടക്കുന്നത് അടിക്കാനാ പോവാന്ന് പറഞ്ഞ് ചാടി ഇറങ്ങുന്നവരായിരിക്കും 40 വയസ്സ് കഴിഞ്ഞാൽ ചാടി ഇറങ്ങുമോ? ഇറങ്ങില്ല. എന്നാൽ അതേ സമയത്ത് ഒരു 18-20 വയസ്സുള്ള ചങ്ങ പറഞ്ഞ് കിട്ടേണ്ട താമസമുള്ളൂ, ചാടി പുറപ്പെടും. അത് നല്ല എനർജി ലെവലാ. പക്ഷെ 40 വയസ്സ് കഴിഞ്ഞാൽ എനർജി ലെവൽ കുറഞ്ഞു ഉറങ്ങും. അപ്പോ വാർദ്ധക്യത്തിന്റെ ക്ഷീണത്തെ ഇല്ലാതാക്കാൻ, അപ്പൊ 40 വയസ്സ് കഴിഞ്ഞ ആളുകളൊക്കെ തേച്ച് കുളിക്കേണ്ട സാധനമായത്. അതേപോലെ തന്നെ വാദദോഷം, ജരാശ്രമ വാദ. വാദം എന്ന് പറഞ്ഞാൽ വാദദോഷം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സന്ധിവേദന കാര്യങ്ങളൊക്കെ വരുമല്ലോ, ഇതിനൊക്കെ നല്ല സാധനമാണ് ജരാശ്രമ വാദ. ഹ എന്ന് പറഞ്ഞാൽ എന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം ഹ, ഹരികൃഷ്ണൻ, അകറ്റുന്നതെന്നാ. പക്ഷെ ഞാൻ അകറ്റുന്ന ആളല്ല കേട്ടോ, ഞാൻ അടുപ്പിക്കുന്ന ആളാ. അപ്പൊ അകറ്റുന്നത്, നമ്മുടെ ശരീരത്തിലെ എല്ലാ ദോഷങ്ങളെയും അകറ്റുന്നത്, നശിപ്പിക്കുന്നതിനുള്ള അർത്ഥത്തിലൊക്കെ ഹ എന്ന്, വാദ ഹ എന്ന് പറയും. അപ്പോ അത് ദൃഷ്ടി. ദൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണ്, കാഴ്ച ശക്തിയെ എന്നറിയാ വർദ്ധിപ്പിക്കുന്നത്. അപ്പോ തേച്ചുകുളി തല മുതൽ, നമ്മൾ പൊതുവെ പറയും അഭ്യംഗം ആചരേ നിത്യം എന്നൊക്കെ പറയുന്ന സമയത്ത് പാദം മുതൽ ഉച്ചി വരെ തേച്ച് കുളിക്കാൻ പറ്റിയ സാധനം. ഏതെങ്കിലും ഒരു ഭാഗത്ത് തേച്ച് പിടിപ്പിക്കേണ്ടതല്ല, ശരീരത്തിന്റെ ആസകലം തേച്ച് കുളിക്കാൻ പറ്റിയ സാധനമാണ്. നല്ല വ്യക്തത ഉണ്ടാകും. ദൃഷ്ടിപ്രസാദ, അതായത് ദൃഷ്ടിയെ നന്നായി പ്രസാദിപ്പിക്കുന്നത്, നല്ല കാഴ്ചശക്തിയെ വർദ്ധിപ്പിക്കുന്നത് എന്നുള്ള അർത്ഥമാണ്. പുഷ്ടി എന്ന് പറഞ്ഞാൽ ബലം. ഞാൻ നേരത്തെ പറഞ്ഞു നല്ല ആരോഗ്യം പറയല്ലോ, മസിലൊക്കെ പറയും. അപ്പോ പുഷ്ടി, ആയു. അപ്പോ ആരോഗ്യത്തിനും അതേപോലെ തന്നെ ശരീരത്തിന് പുഷ്ടിപ്പിനും ഒക്കെ കിട്ടും. നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കും. സ്വപ്നസു എന്ന് പറയുന്നത് നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കും. ആ തേച്ച് കുളിച്ചു നോക്ക്, എന്നിട്ട് പറഞ്ഞാൽ മതി. അപ്പോ അത് കിട്ടും. ത്വക്ത്വ എന്ന് പറഞ്ഞാൽ ചർമ്മത്തിന്റെ ആരോഗ്യം, സ്കിൻ നല്ല പെർഫെക്റ്റ് ആകും, സ്കിന്നിന് നല്ല തിളക്കം ഉണ്ടാവും. അപ്പോ അതിന് സഹായിക്കും. അതുപോലെ തന്നെ ദാർഢ്യകൃത്ത്, ദൃഢത ഉണ്ടാക്കും. അപ്പോ എന്തൊക്കെ ഗുണങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൃഷ്ടിപ്രസാദ പുഷ്ട്യായുഹു, അത് മനസ്സിലാക്കിയാൽ മതി. നല്ല ആരോഗ്യം ഉണ്ടാവും, നല്ല കണ്ണിന് കാഴ്ചശക്തി ഉണ്ടാവും, സ്കിന്നിന് നല്ല തിളക്കം ഉണ്ടാവും. ഇതിനൊക്കെ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്ത്, നമ്മുടെ ഈ പറയുന്ന ചാമ്പ്യൻ തൈലം. അതും നമുക്ക് ഡെയിലി യൂസിനുള്ളതാണ്. അപ്പൊ ഡെയിലി യൂസ് നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. എന്നാൽ ചില പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് മാത്രം ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് പലതും നമ്മുടെ കയ്യിലുള്ളത്. സൈക്ലോവ, അത് പുരുഷന്മാർക്കുള്ളതല്ല, സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ്. തൈ ഹെൽത്ത്, തൈറോയ്ഡ് ഫംഗ്ഷൻ പെർഫെക്റ്റ് അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ടതാ. ഞാൻ നേരത്തെ പറഞ്ഞ കവചപ്രാശും നൈനിഫയൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം ഈ തൈറോയ്ഡ് ഗ്രന്ഥിയായിട്ട് ബന്ധപ്പെട്ട യാതൊരു കോംപ്ലിക്കേഷനും വരില്ല. ഇനി ഇൻ കേസ് വന്ന ആളുകളെ സംബന്ധിച്ചോളം നമ്മൾ കൊടുക്കേണ്ട കോഴ്സുകളാണ്. അത് ചിലപ്പം വേണമെങ്കിൽ നമുക്കൊരു ചികിത്സയോടൊപ്പം ഏതെങ്കിലും ഡോക്ടേഴ്സിനെ കാണിച്ച് ചികിത്സിക്കുന്നുണ്ടാവും. ആ ചികിത്സയോടൊപ്പം സാറേ അല്ലെങ്കിൽ മാഡം, ഇത് നിങ്ങൾ അതിനോടൊപ്പം ഉള്ള ഒരു നല്ല ഭക്ഷണമായി ഒരു 6 മാസത്തെ കോഴ്സ് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഡോക്ടർ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ആ മെഡിസിൻ ഏറ്റവും നന്നായി ശരീരത്തിന് എഫക്ട് ചെയ്യും, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും എന്ന് പറഞ്ഞു കൊടുക്കേണ്ട സാധനം ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോ നമ്മുടെ തൈ ഹെൽത്ത് അതിനുള്ളതാണ്. സൈക്ലോവ ആവശ്യമുണ്ടെങ്കിൽ കഴിക്കേണ്ടതാണ്. വുമൺ കമ്പാനിയൻ, നേരത്തെ പറഞ്ഞ പ്രശ്നം, ഇതൊക്കെ ആചരിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം വുമൺ കമ്പാനിയൻ കഴിക്കേണ്ട ആവശ്യം വരില്ല. എന്നാൽ നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ സ്ത്രീകളെ സംബന്ധിച്ചോളം പീരീഡ്സുമായി ബന്ധപ്പെട്ടുള്ള കോംപ്ലിക്കേഷൻസിനെ ഒഴിവാക്കാൻ മുൻകൂട്ടി വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് വുമൺ കമ്പാനിയൻ. അത് കഴിക്കുന്ന സമയത്ത് 3 മാസത്തെ കോഴ്സ് തന്നെ, അതിന് മാത്രം 1 മാസത്തെ പരിപാടിയില്ല. വർഷത്തിൽ ഒരു 3 മാസത്തെ കോഴ്സായിട്ട് ഒരു കംപ്ലീറ്റ് എല്ലാ സ്ത്രീകളും ഒന്ന് കംപ്ലീറ്റ് ആക്കുന്നതിൽ അതിന് നല്ല റിസൾട്ട് കിട്ടും. അപ്പൊ അങ്ങനെ ഓരോ പ്രൊഡക്റ്റും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇനിയുണ്ട് പ്രൊഡക്റ്റ് ഇമ്മ്യൂണോത്രി പ്ലസ്, അതൊക്കെ ഒരു 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് കഴിക്കുന്നത് നല്ലതാണ്. ലിവകൻ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്.
ഇനിയുള്ള പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ് ഉള്ളത്? ബാക്കിയുള്ള പേഴ്സണൽ കെയറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഇത് പല ഉൽപ്പന്നങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നത് പ്രശ്നമുള്ള ആളുകൾക്കാണെങ്കിൽ ഞാൻ പറയുന്നു, അല്ലെങ്കിൽ ഇതിന്റെ നമ്മുടെ വെൽനസ് ഉൽപ്പന്നങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അസുഖത്തിനെ ചികിത്സിക്കലല്ല. നമ്മൾ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റിയെടുത്തേ പറ്റൂ. നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അസുഖത്തെ നോക്കി നടക്കല. എല്ലാ ആളുകളും, ഞാൻ ഉൾപ്പെടെ നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഒരാൾ നടന്നു പോകുന്നുണ്ടെങ്കിൽ മുണ്ടാണ് ഉടുത്തെങ്കിൽ നോക്കും അയാളെ കാലുമ്മൽ വെരിക്കോസ് വെയിൻ ഉണ്ടോ, ഉണ്ടെങ്കിൽ ചാമ്പ്യൻ തൈലുണ്ട്, നമ്മളെ വെൽഹാർട്ട് ഉണ്ട്, പിന്നെ ബ്ലഡ് പ്യൂരിഫയർ ഉണ്ട്, ഇത് തരാം. ഇതാണ് നമ്മൾ എന്താ പറയാ നോട്ടം നമ്മൾ അങ്ങോട്ടേക്കാ. അതല്ല വേണ്ടത്. നമ്മൾ ഒരാളെ വീട്ടിൽ പോയി ഒരു ഉൽപ്പന്നങ്ങളുടെ ലിസ്റ്റ് ഇടുന്ന സമയത്ത് ഇതൊക്കെ സാറ് നിർബന്ധമായിട്ട് കഴിക്കണം, ഇത് നിങ്ങളുടെ ഫാമിലിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റുകളാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കഴിക്കേണ്ടതല്ല, ഇത് കഴിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ആ വീട്ടിൽ 95 കവചപ്രാശ് ഡെയിലി യൂസിനുള്ളത് കൊടുത്തേക്കുക. അതുപോലെ നമ്മളെ തുളസി ഡ്രോപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളെ പറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടും. നെർവ് എനർജിയെ പറ്റി ചോദിച്ചിട്ടുണ്ട്. നെർവ് എനർജിയും അത് നമുക്ക് ഇടയ്ക്കൊരു റിപ്പയറിങ് അത്ര മതി. എന്നാൽ നമ്മൾ ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത് നെർവിന് എന്തെങ്കിലും പ്രശ്നമുള്ള ആളുകൾക്ക്. പൊതുവെ നമുക്ക് നെർവിന്റെ പ്രോബ്ലം വരാതിരിക്കണമെങ്കിൽ ഒന്ന് മിതമായിട്ടുള്ള എന്നാൽ അമിതമല്ലാത്ത എന്നാൽ ഒന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി അത്യാവശ്യം ശാരീരികമായി അധ്വാനിക്കാൻ തയ്യാറാകുക. ഇതാണ് ഒരു പ്രശ്നം. കാരണം മേധസ് കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശരീരത്തിൽ കൊഴുപ്പ് കൂടിക്കഴിഞ്ഞാൽ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ മൊത്തം താളം തെറ്റും. നിങ്ങൾ കൂടുതൽ നോക്കിയാൽ മതി, ഈ സന്ധിവേദന അല്ലെങ്കിൽ എന്താ പറയാ കൈകാല് വേദന എന്നൊക്കെ പറയല്ലോ, നടുവേദന എന്നൊക്കെ പറയുന്ന ആളുകളെ ഭൂരിഭാഗം നോക്കിയാലും നല്ല തടിയുള്ള ആളുകളായിരിക്കും. ശരീരത്തിൽ കൊഴുപ്പ് കൂടുന്ന സമയത്ത് മെറ്റബോളിക് ഡിസോർഡർ വന്നു കഴിഞ്ഞു, സ്വാഭാവികമായും വെയിറ്റ് താങ്ങാൻ വേണ്ടി നിർത്തിയിരിക്കുന്നത് നട്ടലിനെയാണ്. ആ നട്ടലിന് ബൾജിങ് വരും. ആ ബൾജിങ് വന്നു കഴിഞ്ഞാൽ സ്പൈനൽ കോഡിന് കംപ്ലൈന്റ് വരും. സ്പൈനൽ കോഡിന് കംപ്ലൈന്റ് വന്നാൽ മൊത്തം പ്രശ്നമാവും. ആ സമയത്താണ് നമ്മൾ നെർവ് എനർജിയെ കുറിച്ച് ആലോചിക്കുന്നത്. നെർവ് എനർജി ആരോ ചോദിച്ചുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ശ്രദ്ധിക്കേണ്ടത് നെർവ് എനർജി ഉപയോഗിക്കേണ്ടാത്ത സാഹചര്യത്തേക്ക് നമ്മൾ മാറുക. നെർവ് എനർജി എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ധാതുക്കൾ ക്ലിയർ ആണെങ്കിൽ നെർവ് എനർജിയുടെ ആവശ്യമില്ല. പക്ഷെ അതേ സമയത്ത് പ്രശ്നങ്ങൾ വന്ന ആളുകൾക്ക് നെർവ് എനർജി കമ്പൽസറി ആണ്. ആ കമ്പൽസറി ഉള്ള ആളുകൾ ആരാണെന്ന് ചോദിച്ചാൽ നെർവിന് ഡാമേജ് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാറ്റഗറി ഓവർ വെയിറ്റ്. രണ്ടാമത്തെ കാറ്റഗറി ഇത് എന്താ പറയാ മെമ്മറി ഇപ്പം വിചാരിച്ച സാധനം ടൈപ്പ് ഞാൻ പറയാം. രണ്ടാമത്തെ കാറ്റഗറി ഡയബാലൈഫിനെ കണക്ട് ചെയ്ത് വെച്ചാണ് ഡയബറ്റിക് ഉള്ള ആളുകൾക്ക്, ഷുഗർ ഉള്ള ആളുകൾക്ക് നെർവ് എനർജി അത്യാവശ്യമാണ്. അവരും ഇത് നിർബന്ധമായിട്ട് കഴിക്കേണ്ടതാണ്. അവർക്ക് ഏകദേശം ഒരു 3 മാസമെങ്കിലും മിനിമം കോഴ്സായിട്ട് ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് നെർവ് എനർജി. ഇത് പ്രശ്നം വരാതിരിക്കലാണ് ഏറ്റവും നല്ലത്. നെർവിനെ സംരക്ഷിച്ച് നിർത്താൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ കായികമായി അധ്വാനം ആവശ്യമാണ്. അമിത അധ്വാനം ബുദ്ധിമുട്ടാണ്, ഒന്നും അധ്വാനിക്കാതിരിക്കുന്നതും ബുദ്ധിമുട്ടാണ്. അപ്പോ അമിതാധ്വാനം എന്ന് പറയുന്നത് എന്താ? എടുത്താ പൊങ്ങാത്ത സാധനം എടുത്തു കൊന്നിക്കുക, അതൊന്നും വേണ്ട. അത് നമ്മളെ സ്ട്രക്ചർ സ്കെൽറ്റനെ ഒരു ലിമിറ്റ് ഉണ്ട്. ഫൗണ്ടേഷൻ ഇട്ടത് 3 നിലക്കാണ്, പക്ഷെ മുതലാളിക്ക് തോന്നി അവിടെ ഒരു 6 നില എടുത്താലോ ഒന്ന്, പില്ലറൊക്കെ പൊട്ടും ചിലപ്പോൾ. അതേപോലെ നമുക്ക് ഓവർ ലോഡ് വരുന്ന സമയത്താണ് പ്രശ്നം വരിക, ഒന്നാമത്തത്. അപ്പോ നെർവ് എനർജി ആ സമയത്ത് ഉപയോഗിക്കേണ്ടതാണ്. എന്നാൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഓർമ്മിക്കുക. ഡെയിലി യൂസ് പ്രൊഡക്റ്റുകൾ ഡെയിലി യൂസിനുള്ളതാണ്. പേര് തന്നെ ഡെയിലി യൂസ് പ്രൊഡക്റ്റാ. ഡെയിലി യൂസിനുള്ള ഉൽപ്പന്നങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം എപ്പോഴെങ്കിലും ഉപയോഗിക്കേണ്ട ഉൽപ്പന്നത്തിന്റെ വലിയ പ്രാധാന്യം വരില്ല. എങ്കിലും നമ്മളെ സംബന്ധിച്ചോളം അതാത് സമയങ്ങളിൽ നമ്മുടെ അവയവത്തെ സംരക്ഷിക്കാനുള്ള വെൽനസ് ഉൽപ്പന്നങ്ങളായി ഇതിനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യത്തോടെ തന്നെ നല്ല ആസ്വദിച്ച് ഒരു ജീവിതം എല്ലാവർക്കും ജീവിക്കാം. അങ്ങനെ ജീവിക്കാൻ വേണ്ടിയാണ് നമ്മുടെ കയ്യിലേക്ക് ദൈവം, നമ്മൾ ദിവസവും പ്രാർത്ഥിക്കുന്ന ദൈവം നമുക്ക് നല്ലൊരു അവസരവും വെച്ച് തന്നിട്ടുള്ളത്. അപ്പോ ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ നീണ്ടു പോകും. 7 മണിക്ക് അവസാനിപ്പിക്കേണ്ടത്. തടി കുറക്കാനുള്ള സാധനമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ 95 കഴിക്കുന്നുണ്ടെങ്കിൽ തടിയൊക്കെ ഓട്ടോമാറ്റിക് കുറഞ്ഞോളും. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എക്സസൈസ് വളരെ പ്രധാനമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തടി കുറഞ്ഞോളും. ഇനി മറ്റുള്ള മെറ്റബോളിക് ഡിസോർഡർ വരുന്ന സമയത്താണ് തടിയൊക്കെ വരുന്നത്. തൈറോയ്ഡ് ഫംഗ്ഷൻ ഡിസോർഡർ ആയി കഴിഞ്ഞാൽ തടി കൂടും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്താണ്. അതിനൊക്കെ പരിഹാരമാണ് നമ്മുടെ ഡെയിലി യൂസ് പ്രൊഡക്റ്റുകളായിട്ടുള്ള വെൽനസ് ഉൽപ്പന്നങ്ങൾ.
ഇത് സ്ഥിരമായി കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള പ്രശ്നങ്ങൾ ഓട്ടോമാറ്റിക് ഒഴിവായി പോകും. ഇനി ഞാൻ പറഞ്ഞ പോലെ ഇടവേളകളിൽ കഴിക്കേണ്ട ഉൽപ്പന്നങ്ങൾ, ഇനി എല്ലാം കൂടെ ഒന്നിച്ച് കഴിച്ചാൽ പ്രശ്നം ഉണ്ടോ വെച്ചാൽ ഒന്നുമില്ല കേട്ടോ. ശരീരത്തിന് ആവശ്യമുള്ളത് മുഴുവൻ ശരീരം എടുക്കും, ആവശ്യമില്ലാത്ത സാധനം മൂപ്പറങ്ങ് ഒഴിവാക്കും. മൂപ്പർക്ക് അറിയാം ഓവർ ഡോസ്. നിങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്ത സാധനം ശരീരത്തിൽ പഞ്ചസാര കൂടുതൽ ചെന്നാൽ മൂപ്പർക്ക് അത്ര പെട്ടെന്ന് ഒഴിവാക്കാൻ കഴിയില്ല. കാരണം അത് ആദ്യം ആര് വിചാരിക്കണം എന്ന് വെച്ചാൽ നമ്മളെ കിഡ്നി വിചാരിക്കണം ഇതിനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുള്ള കുറച്ച് സമയമുണ്ട്. അതുവരെ മൂപ്പർ ബുദ്ധിമുട്ടും. അതുകൊണ്ടാണ് മൂത്രം ഒഴിക്കുന്ന സമയത്ത് നല്ല പത എന്നൊക്കെ പറയുന്ന സമയത്ത് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. കാരണം എന്താ, അതില് പഞ്ചസാര, ആവശ്യമില്ലാത്ത പഞ്ചസാര എടുത്ത് പുറത്ത് കളയുന്നതാ. ശരീരത്തിൽ പ്രോട്ടീൻ കൂടുതലുണ്ടെങ്കിലും മൂപ്പർ എടുത്ത് പുറത്ത് കളയും. മൂപ്പർക്ക് അറിയാം നമ്മുടെ ശരീരത്തിൽ ഓരോ അവയവങ്ങളും ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തതിനെ പുറന്തള്ളല. വേർപ്പ് ഗ്രന്ഥികൾ എന്തിനാ പ്രവർത്തിക്കുന്നത്? ആവശ്യമില്ലാത്ത പ്രേയ മാലിന്യങ്ങളെ വേർപ്പ് കൂടെ എടുത്ത് പുറത്ത് കളയും. അങ്ങനെ ഓരോ സാധനവും നമ്മൾ എടുത്ത് പുറത്ത് കളയുന്ന സമയത്താണ് നമ്മുടെ ആരോഗ്യം പെർഫെക്റ്റ് ആകുന്നത്. അതായത് വേസ്റ്റ് മാനേജ്മെന്റ് ഏത് സ്ഥാപനത്തിലും വളരെ പ്രധാനമാണ്. അതേപോലെ നമ്മളെ സ്ഥാപനം, നമ്മുടെ ശരീരം ഉണ്ടല്ലോ, ഒരു നല്ല ഹോട്ടലിൽ അവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ് വലിയ പ്രശ്നമാണ്. അവർ നന്നായി ചെയ്യുന്ന സമയത്താണ് ഹോട്ടൽ നന്നായി പ്രവർത്തിക്കുക. അതേപോലെ നമ്മളെ ശരീരം ഒരു വലിയ ഹോട്ടൽ ശൃംഖലയാണ്. ഇവിടെ ഒരുപാട് വേസ്റ്റുകൾ ഉണ്ട്. ആ വേസ്റ്റുകളെ എടുത്ത് പുറത്ത് കളയുക. വേസ്റ്റുകൾ എടുത്ത് പുറത്ത് കളയുന്ന സമയത്ത് തന്നെ പോഷകങ്ങൾ ഉള്ളിലേക്ക് നിറയ്ക്കുക. നല്ലതിനെ നിറയ്ക്കുകയും ചീത്തയെ പുറത്ത് കളയും. ഇത് നമ്മളെ ശരീരം ചെയ്തോളും. നമ്മളെ പണി എന്താ? പുറത്ത് കളയുന്ന പരിപാടി മൂപ്പർ ചെയ്തോളും. അകത്ത് കൊടുക്കുന്ന നല്ലത് കൊടുക്കുക. അപ്പോൾ നല്ലത് കൊടുക്കാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ്. നമ്മൾ നല്ലത് എന്ത് കൊടുക്കുന്നു എന്ന് വെച്ചാൽ നല്ല പ്രൊഡക്റ്റുകൾ കൊടുക്കുന്നു, നല്ല അവസരം കൊടുക്കുന്നു, നല്ല സന്തോഷം കൊടുക്കുന്നു. ഇതൊക്കെ കൊടുക്കുന്ന കമ്പനിയാണ് MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. അതിന്റെ വക്താക്കളാണ് നമ്മൾ ഓരോരുത്തരും. ആ വക്താക്കൾ എന്നുള്ള നിലക്ക് നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളും കടമകളും ഉണ്ട്. ആ ഉത്തരവാദിത്തങ്ങളും കടമകളും ആരൊക്കെ നന്നായി നിർവഹിക്കുന്നോ അവർക്കൊക്കെ നല്ല റിസൾട്ടുകൾ ആരോഗ്യപരമായും സാമ്പത്തികപരമായും തിരിച്ച് നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹത്താൽ തരുന്ന ഒരു കമ്പനി MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ്. ആ കമ്പനി എല്ലാവരും ഈ പറഞ്ഞ ഉത്തരവാദിത്തങ്ങളും കടമകളും കൃത്യമായി നിർവഹിക്കുന്നെന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ നിർവഹിക്കുന്ന എല്ലാവർക്കും വലിയ വിജയങ്ങൾ തരുന്ന ഈ കമ്പനിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹൃദ്യമായ നന്ദി അറിയിച്ചുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ് ആൻഡ് ജയ് മൈരേ.